കർണാടക നെലമംഗല ബേഗൂരിൽ വാഹനാപകടത്തിൽ 6 പേർ മരിച്ചു. കണ്ടെയ്നർ ലോറി കാറിന് മുകളിലേക്ക് നിയന്ത്രണം വിട്ട് മറിയുകയായിരുന്നു. വിജയപുര സ്വദേശികളാണ് അപകടത്തിൽപ്പെട്ടത്. എ.പി. നദീറുണ്ട് വിശദാംശങ്ങളുമായി. നദീറ, വളരെ ദുഃഖകരമായ വാർത്തയാണ് കേൾക്കുന്നത്. എങ്ങനെയാണ് ഈ അപകടമുണ്ടായത്? ോടെയായിരുന്നു ഈ സംഭവം ഉണ്ടായത്. അതായത് ദേശീയപാതയിലൂടെ ബംഗളൂരു മുംബൈ ദേശീയപാതയിലൂടെ നെലമംഗലയുടെ ഓടിക്കൊണ്ടിരുന്ന, അതായത് സമാന്തരമായി ഓടിക്കൊണ്ടിരുന്ന 2 വാഹനങ്ങൾ, അതിലൊന്ന് കണ്ടെയ്നർ ലോറി, മറ്റൊന്ന് ഒരു വോൾവോ കാർ. ഈ കണ്ടെയ്നർ ലോറിയിൽ നിറയെ സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഒരു ഘട്ടത്തിൽ പെട്ടെന്ന് ഈ വോൾവോ കാറിന് മുകളിലേക്ക് പതിക്കുകയായിരുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം, കാർ ആകെ തകർന്നടിഞ്ഞു പോയിരിക്കുകയാണ്. മുഴുവൻ ഭാരവും കാറിന് മുകളിലേക്ക് വന്നു വീഴുകയും അങ്ങനെ കാറിലുണ്ടായിരുന്ന 6 പേർക്ക് തൽക്ഷണം മരിക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ആരെയും ജീവനോടെ രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല എന്നതാണ് ദുഃഖകരമായ കാര്യം. തകർന്നടിഞ്ഞു പോയി ഈ വാഹനം. വോൾവോ കാറാണ്. ഇതിനകത്ത് 6 പേരുണ്ടായിരുന്നു. കർണാടകയിലെ വിജയപുര ജില്ലയിൽ നിന്നുള്ള ആളുകളായിരുന്നു കാറിലുണ്ടായിരുന്നത്. 6 പേരും തൽക്ഷണം മരിച്ചിരിക്കുന്നു. ഏറെ പണിപെട്ടാണ് ഈ വാഹനം ഉയർത്തുകയും കണ്ടെയ്നർ ലോറി ഉയർത്തിയതും കണ്ടെയ്നർ ലോറിക്ക് അടിയിൽ പെട്ടുപോയ ഈ തരിപ്പണമായി പോയ വാഹനത്തിൽ നിന്ന് മൃതദേഹങ്ങൾ പുറത്തെടുക്കുകയും ചെയ്തത്. ദേശീയപാതയിൽ ഏറെ നേരം ഗതാഗതം സ്തംഭിക്കുന്ന സാഹചര്യവുമുണ്ടായി. എന്തായാലും ഇപ്പോൾ മൃതദേഹങ്ങളെല്ലാം ആശുപത്രിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. വലിയ രീതിയിൽ ഭാരമുള്ള വസ്തുക്കൾ കയറ്റിക്കൊണ്ട് കണ്ടെയ്നർ ലോറി അതിൽ അനുവദനീയമായതിലധികവും സാധനങ്ങൾ കയറ്റിയിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെയാണ് ഈ വലിയ അപകടം സംഭവിച്ചിരിക്കുന്നത്. സമാന്തരമായി പോയിക്കൊണ്ടിരുന്ന 2 വാഹനങ്ങൾ അതിന്റെ മുകളിലേക്ക്, കാറിന് മുകളിലേക്ക് പെട്ടെന്ന് ഈ കണ്ടെയ്നർ ലോറി വന്ന് മറിഞ്ഞ് പതിക്കുന്ന രീതി. ആരെയും രക്ഷപ്പെടുത്താൻ സാധിച്ചില്ല. ഓക്കെ, എ.പി. നദീറയാണ് വിശദാംശങ്ങൾ നൽകിയത്.